ഹായ് മകളെ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. സോ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം വിലപ്പെട്ട ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്, 10ാം ക്ലാസ്സിൽ നല്ല മാർക്കൊക്കെ വാങ്ങി ഒരുപക്ഷെ ഫുൾ എ പ്ലസുകളും 9 A+, 8 A+, ഒക്കെ വാങ്ങി വന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ +1 സയൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പല ആളുകളും ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് യൂണിറ്റ് ടെസ്റ്റുകൾക്ക്, അതേപോലെ തന്നെ മോഡൽ എക്സാമുകൾക്ക്, ക്രിസ്മസ് എക്സാമുകൾക്കൊക്കെ ഫെയിൽ ആവുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. സോ അങ്ങനത്തെ എത്ര പേരുണ്ട്? എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്തുകൊണ്ടാണ് ഫെയിൽ ആവുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഞാൻ ഫെയിൽ ആവുന്നുണ്ട് സാർ, പക്ഷേ അതിൻ്റെ റീസൺ അറിയില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് വരാം. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ്. ഇനി നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സോ ഈ ദിവസം നമ്മൾ കഴിഞ്ഞു പോയതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവും കിട്ടാനില്ല, അതിന് 0 റിസൾട്ടാണ്. സോ ഇനി നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. സോ മാത്തമാറ്റിക്സിനെ പറ്റി ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ പേര് ഷാഹിദ് റംസാൻ. ഇതുവരെ സൈലം +1 എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം കൂടുതൽ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് എല്ലാം ഒരു PDF ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. QR കോഡ് ഇതായുണ്ട്, ജസ്റ്റ് സ്കാൻ ചെയ്യുക. +1 സയൻസിൻ്റെ QR കോഡാണ്. സോ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. എല്ലാ കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. അതിന് 4 മാർക്കാണ് പബ്ലിക് എക്സാം ഉണ്ടാവുക. നിങ്ങൾക്കറിയാം, മാത്സിൽ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 4 മാർക്ക് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ്. രണ്ടാമത്, ഈ സെറ്റ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന് 7 മാർക്കുണ്ട്. അപ്പം മൊത്തം ഈ 2 ചാപ്റ്റർ നല്ല വൃത്തിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 11 മാർക്കാണ് അവിടെ കിട്ടാൻ പോകുന്നത്. ആ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ ചില ആളുകൾക്ക് ഗ്രാഫുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ടഫ് ഉള്ളത്, ബാക്കിയെല്ലാം. പിന്നെ അതേ ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഈ 2 ഭാഗങ്ങൾ കുറച്ചധികം സമയം കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇതിനുള്ള 7 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അത് വൃത്തി തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആപ്പിലുള്ള കുട്ടികൾക്ക് അതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ ക്ലാസ്സുകളുണ്ട്. എൻ്റെ ഗെയിം റിവിഷൻ ബാച്ചുകളൊക്കെ ഉണ്ട്. ഇനി യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്ന കുട്ടികൾക്ക് ആ ക്ലാസ്സുകളും അവിടെ അവൈലബിൾ ആണ്. മൂന്നാമതായിട്ടുള്ള വരുന്ന ഒരു ചാപ്റ്ററാണ് ഒട്ടുമിക്ക കുട്ടികൾക്ക് ബുദ്ധിമുട്ടെന്ന് പറയപ്പെടുന്നത് ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറയുന്ന നമ്മളെ ചാപ്റ്ററാണ്. അടിപൊളി ചാപ്റ്ററാണ്. 9 മാർക്കാണ് ഒരൊറ്റ ചാപ്റ്ററിന് കിട്ടുന്നത്. അത് 9 മാർക്ക് എന്ന് പറഞ്ഞാൽ 60-ൽ 9 എന്ന് പറഞ്ഞാൽ ഈ 9 മാർക്കിനോട് ഒരു പക്ഷേ നിങ്ങൾ ഈ പറയുന്ന റിലേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്കായി. 18 മാർക്കാണ് നമുക്ക് പാസ്സാകാൻ വേണ്ടത്. ആദ്യത്തെ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 9, 16, 4, 20. പാസിനേക്കാൾ 2 മാർക്ക് അധികം നിങ്ങൾക്ക് കിട്ടും. 13 ചാപ്റ്റർ അല്ലെ 14 ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ഈ ട്രിഗണോമെട്രിയിൽ ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ ലാസ്റ്റിലേക്ക് വരുന്ന ഫോർമുലാസ് ആണ്. cos 2x, sin 2x, ആ 2 ഇക്വേഷൻ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ ഇതിന് 9 മാർക്ക് ഷുവറാണ്. ഇൻ കേസ് നിങ്ങൾ അത് പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ട്രിഗണോമെട്രി അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ മിനിമം ഒരു 7 മാർക്കൊക്കെ കിട്ടാനുള്ള എല്ലാവിധ കാര്യങ്ങളും അതിൽ നിങ്ങളൊന്ന് മനസ്സ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഒരു ടഫ് ചാപ്റ്ററിൽ ഉള്ള ലിസ്റ്റിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അടുത്തൊരു ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ കുട്ടികൾക്കും വിചാരിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന, എന്നാൽ ചില കുട്ടികൾക്ക് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. പക്ഷേ അത് മോഡറേറ്റ് ലെവൽ ചാപ്റ്ററാണ്. ഒന്ന് മനസ്സ് വെച്ച് ഇരുന്ന് പഠിച്ചാൽ 1-2 തവണ ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. 4 മാർക്ക് അവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ലിനിയർ ഇനിക്വാലിറ്റി. ലിനിയർ ഇക്വാലിറ്റി എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന കിടിലൻ ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ടുള്ള സെറ്റ്സ് പോലെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ബൈനോമിയൽ തിയറമാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന ഓർഡറിലല്ല പറയുന്നത്. ബൈനോമിയൽ തിയറും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതും എന്നാൽ അല്പം വ്യത്യസ്തമായിട്ട് വന്നാൽ പോലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് 3 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ മാർക്ക് ഉള്ളതാണ് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും അത് എന്താക്കരുത്, മാറ്റി വെക്കരുത്. കാരണം 2-3 ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ 3 മാർക്കിൻ്റെ 3 ചാപ്റ്റർ പഠിക്കാൻ ഒരു പക്ഷേ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പഠിക്കുന്ന ആ സമയം മതിയാകും. എന്നാലും ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ഒരു ചാപ്റ്റർ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ദിവസവും നിങ്ങൾ ഒരു 5-6 മണിക്കൂറെങ്കിലും +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ സ്കൂളുകളിൽ പോയിട്ട് ക്ലാസ്സുകളൊന്നും അവിടെ നടക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പെർമിഷൻ വാങ്ങിയതിനു ശേഷം, ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലത്തെ പ്രിൻസിപ്പാളോട് പെർമിഷൻ വാങ്ങിയതിനു ശേഷം വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിലും അത് എഫക്റ്റീവായിരിക്കും, യാതൊരു സംശയമില്ല. ഇത് റിക്വസ്റ്റ് കൊടുത്ത് പ്രിൻസിപ്പാളോട് അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റഡി ലീവ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് എടുക്കുക. കാരണം ഒരുപാട് കുട്ടികൾ സർ അറ്റൻഡൻസ് എന്നാണ് ക്ലോസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അറ്റൻഡൻസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾ ചെയ്തോ. ബാക്കിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്കൂളിൽ പോയിട്ട് പ്രത്യേകിച്ച് അവിടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പെർമിഷൻ ചോദിക്കുക, ബാക്കി യൂസ് ചെയ്യാം.
പിന്നെ ഒരു ലോജിക്കലായിട്ടുള്ള പല കുട്ടികൾക്കും ടഫാണെന്ന് പറയപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ലോജിക്കൽ ആയതുകൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് 2 തവണ കേട്ടാലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ഒരു 3-4 തവണ കേൾക്കുമ്പോഴേക്കും ആ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. 7 മാർക്കിനാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. ഒരു കാരണവശാലും നിങ്ങളിത് മിസ്സാക്കാൻ പാടില്ല. ഞാൻ വീണ്ടും പറയാണ്, ചില കുട്ടികൾക്ക് അതൊരു ചാപ്റ്റർ ബുദ്ധിമുട്ടാണെങ്കിൽ അത് 3-4 തവണ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മുടെ വേഴ്സ് ഒക്കെ ടുഗദർ പോലത്തെ ചോദ്യങ്ങളാണ്. സോ ആ ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിട്ട് തന്നെ പോവുക. പിന്നെ വരുന്നത് സ്ട്രെയിറ്റ് ലൈൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നിന്ന് മാറിയിട്ട് കുറച്ച് ഗ്രാഫും കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഔട്ട് ഓഫ് സിലബസ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കോൺസെപ്റ്റ് വൃത്തിയിൽ അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കിഡ്ലൈൻ ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും നമ്മുടെ ആപ്പിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതെല്ലാ ചാപ്റ്ററുകളും കാണാൻ പറ്റും. അതിനും 7 മാർക്ക് ഉണ്ട്. എന്നാൽ സ്ട്രെയിറ്റ് ലൈൻ വളരെ സിമ്പിളാണ്. കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻസ് ഓർത്ത് വെക്കാൻ ഒരു എബിലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇക്വേഷൻസ് 1 by 1 ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ ലൈവുകളിലൊക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കാം. പിന്നെ കോണി സെഷൻസും ഇതേപോലെ അത്യാവശ്യം ട്വിസ്റ്റായിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കോണി സെഷൻസ് എന്ന് പറയുന്നത്. അതിലെ ചില ഭാഗങ്ങൾ കോൺസെപ്റ്റിലൂടെ തന്നെ പഠിക്കാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. സോ അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. ടോപ്പർ സീരീസും അല്ലെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു 3D ആണ്. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിന് വരാറുള്ളത്. പിന്നെ ഒക്ടൻ്റെ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം 4 മാർക്കിലെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിന് ഉണ്ടാവാറുള്ളത്. ഒരു കാരണവശാലും ഈ ചാപ്റ്റർ ഒരു കുട്ടി പോലും, അതായത് വളരെ സിമ്പിളായിട്ട് പാസ്സാവേണ്ട കുട്ടികൾ പോലും പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ 3D എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 3-4 മാർക്കുള്ള ചോദ്യമാണ്, ചാപ്റ്ററാണ്. ലീനിയർ ഇനീക്വാലിറ്റി 3 മാർക്കാണ്. അതേപോലെ ഇൻട്രൊഡക്ഷൻ ടു 3D 4 മാർക്കാണ്. അപ്പോൾ 4, 4, 8, 3, 11 മാർക്ക് വാങ്ങാൻ വളരെ സിമ്പിൾ ആണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്. 2 ചാപ്റ്ററാണ് +1 മാത്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ടഫാണെന്ന് പറയുന്നത്. അതിലൊന്ന് ട്രിഗണോമെട്രി, രണ്ടാമത്തെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ആണ്. എന്നാൽ രണ്ടിനും 9 മാർക്ക് ഇതാണ്. സോ ഈ 2 ചാപ്റ്റർ നിങ്ങൾ ടൈം എടുത്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. 9 + 9 18 മാർക്ക്. 14 ചാപ്റ്ററിൽ വെറും 2 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾ പാസ് മാർക്കിലേക്ക് എത്തി. 14 ചാപ്റ്ററിൽ 2 ചാപ്റ്റർ മതി പാസ് മാർക്ക് എത്താൻ. അത്രയധികം പ്രയോറിറ്റി കൊടുക്കേണ്ട, അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയുള്ള ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഒന്നെങ്കിൽ കോഷ്യൻ റൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ ആയിരിക്കാം. ആ രണ്ടിന് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന് 3 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ചില സമയത്ത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടൊരു ചോദ്യം വരാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ലിമിറ്റ്സ് എന്നുള്ളൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ലിമിറ്റ്സ് വരാറുണ്ട്. പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള x⁻a - പോലത്തെ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം 9 മാർക്കുള്ള ചോദ്യങ്ങളാണ് പൊതുവെ വരാറുള്ളത്. പൊതുവെ മീൻസ് ടഫായിട്ട് വരികയാണെങ്കിൽ പോലും വരാറുള്ള ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാ കുട്ടികൾക്കും മനസ്സറിഞ്ഞ് ചെയ്യാൻ അറിയാമെങ്കിൽ, ക്ഷമയുണ്ട് എങ്കിൽ, കുറച്ചധികം സമയം എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഈസി ആയിട്ട് തന്നെ പഠിക്കാവുന്ന ഒരു 3-4 ഇക്വേഷൻസ് പഠിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലുള്ള ഇക്വേഷൻ വരുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഒന്നും അറിയാത്ത മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നാമത് ചാപ്റ്റർ സെറ്റ്സ്, പിന്നെ അതോടൊപ്പം തന്നെ എന്താ പറയുക ഇൻട്രൊഡക്ഷൻ ടു 3D, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലീനിയർ ഇനീക്വാലിറ്റി, പിന്നെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് പാസ് മാർക്ക് വാങ്ങാം. പിന്നെ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള ചാപ്റ്ററാണ്. ഇത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ഭാഗം കൂടി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾ പഠിക്കുക. ഇത്രയും ചാപ്റ്റേഴ്സ് 14 ചാപ്റ്ററിനുള്ള വെയിറ്റേജ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ മൊത്തം നിങ്ങൾക്ക് ഒരു 36 ഡബിൾ പാസിന് വേണ്ടി പഠിക്കുന്ന മക്കളുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഡബിൾ പാസിന് വേണ്ടി പഠിക്കരുത്. അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ട്രിഗണോമെട്രി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് 18 മാർക്ക്. പിന്നെ നിങ്ങളോട് സെറ്റ്സ്, അതേപോലെ തന്നെ ലിനിയർ ഇനീക്വാലിറ്റി, പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ് ഒക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. സ്ട്രെയിറ്റ് ലൈനും അതേപോലെ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. പക്ഷേ ചില ആളുകൾക്ക് ടഫുള്ള ഭാഗങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 4 ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, അതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് 36 മാർക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇരുന്ന് പഠിക്കുക. ഈ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അടിക്കിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രയോറിറ്റി, നിങ്ങൾ അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവലുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ, നിങ്ങൾ ആദ്യത്തെ 4 ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ മാറ്റി വെച്ചിട്ട് മോഡറേറ്റ് ലെവലായിട്ടുള്ള, അതായത് ട്രിഗണോമെട്രിയും ലിമിറ്റ്സും മാറ്റി വെച്ചിട്ട് ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാം. എന്നിട്ട് ട്രിഗണോമെട്രിയിലേക്ക് ലിമിറ്റ്സിലേക്ക് വരാം. നിങ്ങൾക്ക് നിലവിൽ ലിമിറ്റ്സും ട്രിഗണോമെട്രി ടഫ് ആണെങ്കിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്, മോഡറേറ്റ് ലെവലുള്ള കുട്ടികൾ. ഇനി മോഡറേറ്റ് ലെവലുള്ള കുട്ടികൾക്ക് തന്നെ ട്രിഗണോമെട്രി ലിമിറ്റ്സ് വലിയ ടഫ് ഉണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികൾ ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈന്, കോണിക് സെക്ഷൻസ്, അതേപോലെ തന്നെ പെർമ്യൂട്ടേഷൻസിന് പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കാം. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ച് തീർക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവും അതോടൊപ്പം തന്നെ ട്രിഗണോമെട്രിയാണ്. അതിനുശേഷം താഴോട്ട് ഇറങ്ങുക. കാരണം അത് നിങ്ങൾ അത്യാവശ്യം തറവാക്കിയാൽ ബാക്കിയുള്ള നിങ്ങൾക്ക് അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ്സിലൊക്കെ നല്ല മിടുക്കലായിരുന്നു, പക്ഷേ പിന്നീട് എന്തോ സംഭവിച്ചു എന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ എന്തും കൂടി നിങ്ങൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പുതിയ വീഡിയോ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ.